സ്കൂൾ അടച്ച് കഴിയുമ്പോൾ ഇവ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ബോറടിക്കുകയാണ്. കാരണം പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും വർക്കിംഗ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ദിവസം മാത്രമേ അവൾക്ക് കിട്ടാറുള്ളൂ. അങ്ങനെ ബോറടിക്കുന്നത് ഞാനൊരു ദിവസം അവളെയും കൊണ്ടങ്ങ് ലൈബ്രറിയിൽ പോയി. ഞങ്ങളുടെ ലൈബ്രറി എന്ന് പറഞ്ഞ ചെറിയൊരു ലൈബ്രറിയാണ് ഹെഡ്ജൻറ്റിൽ. ആ ലൈബ്രറിയിൽ എല്ലാ തേഴ്സ്ഡേയും 10 to 11 ഞാൻ കേട്ടൊരു ഇങ്ങനെ പിള്ളേർക്ക് റൈംസ് ചൊല്ലിക്കിടക്കുന്നു, ക്രാഫ്റ്റ് വർക്കും ഒക്കെ ഉണ്ടെന്നുള്ളത്. സോ അങ്ങനെയാണ് ഞങ്ങളവിടെ പോയത്. നല്ല രസമായിരുന്നു. പോയപ്പം അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു. അവിടെ ആദ്യമൊക്കെ കുറച്ച് റൈംസൊക്കെ കേൾപ്പിച്ചു, പിള്ളേർക്ക് കേട്ടു. അത് കഴിഞ്ഞിട്ട് അവർക്ക് പേപ്പർ വർക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പേപ്പർ കൊടുത്തു കട്ട് ചെയ്യാൻ. അങ്ങനെ അവൾ വലിയ ഹാപ്പി ആയിരുന്നു. അങ്ങനെ കട്ട് ചെയ്ത് അവൾ അതുകൊണ്ടൊരു ഒക്ടോപ്പസിനെയാണ് ചെയ്യുന്നത്. സോ ഒക്ടോപ്പസിനെ ഇങ്ങനെ ഒക്ടോപ്പസിൻ്റെ ലെഗ്സൊക്കെ ഉണ്ടാക്കാൻ അത് അവൾക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. സോ അവൾ ആ ഒക്ടോപ്പസിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണ് അതൊരു ഗേളാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്. അതിപ്പോൾ ഐലാഷസ് ഉള്ളത് കൊണ്ടാണ് അത് ഗേൾ എന്നുള്ളത്. സോ ഷീ എക്സ്പ്ലെയിൻഡ് ഇറ്റ് വെരി ഐ ലൈക്ക് ദാറ്റ് എക്സ്പ്ലനേഷൻ. സോ അത് കഴിഞ്ഞപ്പം ഞാൻ അവളെ കൊണ്ട് കുറച്ച് ബുക്സൊക്കെ റീഡ് ചെയ്യിപ്പിച്ചു. സോ ജസ്റ്റ് വി യൂസ് ദ ഫോണിക്സ്. സോ ഷീ ജസ്റ്റ് ലവ് ടു റീഡ് ദ ബുക്സ്. സോ അങ്ങനെ കുറച്ച് നേരം ബുക്സൊക്കെ റീഡ് ചെയ്ത് ഞങ്ങൾ അവിടെ ഇരുന്നു. ആ സമയം കൊണ്ട് ഈരപ്പൻ അവിടെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടി, അതും കൊണ്ട് കളിച്ചുകൊണ്ടിരുന്നു എല്ലാവരുടെയും കൂട്ടത്തിൽ. അവനും അവിടെ ബുക്കൊക്കെ ഓരോന്നിങ്ങനെ കണ്ടും നോക്കിയൊക്കെ അങ്ങിരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പല ബുക്സായിട്ട് ഇങ്ങനെ വായിച്ചു. പിന്നെ കുറച്ച് നേരം അവർ രണ്ടുപേരും കൂടെ അവിടെ കൂടെ കളിച്ചുകൊണ്ടിരുന്നു. എല്ലാവരുടെയും കൂട്ടത്തിലും കണ്ടും കേട്ടുമൊക്കെ. അങ്ങനെ ഒരു ദിവസം പോകുന്നു. പിന്നെ ഞാൻ കുറച്ച് അവസാനമായപ്പോൾ ഞാനും ഒരു ബുക്ക് എടുത്തു, അവർക്ക് സ്റ്റോറി വായിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം തീർന്നു. അപ്പോഴത്തേക്കും ബൈ ബൈ.